എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്ക് അങ്ങയുടെ മറുപടി. വേണു, ഈ വിമർശനങ്ങളൊക്കെ തന്നെ വെറും പൊള്ളയായ വിമർശനങ്ങളാണെന്ന് ആർക്കറിയില്ലത്. പണ്ടൊരു നാടോടി കഥയുണ്ടല്ലോ, അന്തൻ ആനെ കണ്ട മാതിരിയാണ് ഇത്തരം വിമർശനങ്ങൾ ഓരോ വിമർശകരും CPM-നെതിരെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് കൃത്യമായി ബോധ്യമുള്ളതാണ് കേരളത്തിലെ CPM-ൻ്റെ സദാ ജാഗരൂകരായിട്ടുള്ള കേഡർമാർ. അത് പ്രതിരോധിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത കേരളത്തിലെ CPM-ൻ്റെ പ്രവർത്തകർക്കുണ്ട്. അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സഖാവ് പിണറായി വിജയന് സൂര്യതേജസ്സോടുകൂടി സമൂഹ മധ്യത്തിൽ തലയുയർത്തി നിൽക്കാനാവുന്നത്. അതിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, ഇപ്പോൾ ചിലരൊക്കെ പറയുന്ന വാദങ്ങളെന്ന് പറയുന്നത് മരണത്തിന് ശേഷം മാത്രമേ ഓരോ വ്യക്തികൾക്കും അമരത്വം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മരണപ്പെടുന്നതിന് ശേഷം മുമ്പും ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അമരത്വത്തിലേക്ക് എത്തുന്ന എത്രയോ ചരിത്ര നായകന്മാരുണ്ട്. അക്കൂട്ടത്തിൽ സഖാവ് പിണറായി വിജയൻ വരുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളുന്നുണ്ടാവും. ആ പൊള്ളുന്നവർക്കുള്ള വിമർശനം എന്ന് പറയുന്നത്, ആ പൊള്ളുന്നവർക്കുള്ള മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്നേ. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി, ആ വിശ്വാസ പ്രമാണം മനസ്സിലാക്കിയതാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ. അതുകൊണ്ട് പണ്ട് ഒരു അറബിക്കഥ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഘട്ടത്തിൽ ക്യൂബ മുകുന്ദനും പറയുന്നൊരു വാചകമുണ്ട്, ഓരോ പാർട്ടി നേതാക്കന്മാരും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പാർട്ടി പ്രവർത്തകരുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം സഖാവ് പിണറായി വിജയൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ വിമർശനങ്ങളെ പരിചകളായിട്ട് പാർട്ടിയുടെ കേഡർമാർ നിരന്നു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അങ്ങും ആർക്കും അങ്ങനെ തകർത്തു കളയാൻ പറ്റാത്ത അത്ര വിശ്വാസമുള്ള ഒരു നേതാവായി കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ ഉയർന്നു വരുമ്പോൾ പലർക്കും അത് പൊള്ളും, അത് പനിക്കും. അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും അതൊക്കെ മറികടക്കുന്ന കരുത്തും കേരളത്തിലെ പാർട്ടിക്കുണ്ട്. ഒരിക്കലും ഇല്ല. അതൊരു വിശ്വാസത്തിൻ്റെ അല്ലല്ലോ. നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതല്ലേ, പല ഘട്ടങ്ങളിലും ചരിത്രം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. അത് ചരിത്രപരമായി തന്നെ നമുക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ് ആ വിമർശനത്തിൻ്റെ ആധാരമെന്ന ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പറയാൻ കഴിയുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ കൂടി ഫലമാണ്. അദ്ദേഹം ഒരു പാറക്കഷ്ണം ഇങ്ങനെ വിമർശനങ്ങളുടെ നദിയിലൂടെ ഒഴുകി വന്ന് ഉരുണ്ടുരുണ്ട് അതൊരു പന്തുപോലെ മിനുസമുള്ളതായി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പോലും പറയാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും, ഇപ്പോൾ ഒരു പാട്ട് പറഞ്ഞല്ലോ, ആ പാട്ട് പോലുള്ള വാഴ്ത്തലുകൾ അദ്ദേഹം കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്തത്. അതല്ല അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത. അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത അദ്ദേഹം നടത്തിയിട്ടുള്ള കർമ്മപരമായിട്ടുള്ള പ്രവർത്തന പന്താവിലൂടെ നടത്തിയിട്ടുള്ളതാണ്. ആ പ്രവർത്തന പന്താവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഖാവ് പിണറായി വിജയനും സഖാവ് VS അച്യുതാനന്ദനുമൊക്കെ ഇത്തരം വലിയ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ലഭിച്ചിട്ടുള്ളത്. വേണം, അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് നയമില്ലെന്ന് പറയുമ്പോൾ വലതുപക്ഷ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് പക്ഷപാതപരമായി തന്നെയാണ് വിമർശിക്കുന്നത്. അങ്ങനെയല്ല, വലതുപക്ഷ നേതാക്കന്മാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകാര്യത ലഭിച്ചാൽ അവർ പറയുന്നത്, അവരെ ആരെങ്കിലും ആരാധിച്ചാൽ അതെല്ലാം ശരിയായും ഇടതുപക്ഷ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ വിശിഷ്യ CPM നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ടായാൽ അതൊക്കെ വ്യക്തിപൂജയായി കാണേണ്ടി വരുന്നത് നിങ്ങളുടെ കപട നിലപാടുകളുടെ ഭാഗമാണ്. അത്തരം നരച്ച ചിന്തകൾ ഒഴിവാക്കി വെച്ചുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച് പുതിയ പാർട്ടി നിലപാടിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കുന്നു എന്നാണ് ചോദ്യം. ഇത്തരം വ്യക്തിപൂജ നടത്തുന്ന പാർട്ടികളും കോപ്രായങ്ങളുമായിട്ട് ഇറങ്ങുന്നത് നിങ്ങളുടെ പാർട്ടി നിലപാടിന് യോജിച്ചതാണോ, പാർട്ടി നിലപാട് അംഗീകരിച്ചിട്ടുണ്ടോ എന്നത് മാത്രമേ ചോദ്യം. ഒറ്റ പ്രശ്നം, ഇത്തരം പാട്ടുകളെ സംബന്ധിച്ചും തിരുവാതിരയെ സംബന്ധിച്ചും പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു. എത്ര ഘട്ടങ്ങളിലാണ് ജനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അറിയാലോ. സൂര്യന് തുല്യനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണെന്നേ. ദൈവത്തിന്റെ വരദാനം എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാണെന്നേ.
അത് നിങ്ങളുടെ നിലപാടാണോ? അതൊരു പ്രയോഗമാണെന്നേ. അദ്ദേഹം ഒരു സൂര്യ തേജസ്സോട് കൂടി നിലനിൽക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സൂര്യൻ എന്തുകൊണ്ടാ ഈ സൂര്യൻ എന്ന് നാം വിളിക്കുന്നത്? സൂര്യന്റെ ദൈവത്തിന്റെ വരദാനമാണോ സിപിഎമ്മിനെ സംബന്ധിച്ച്? കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ദൈവത്തിന്റെ വരദാനമാണോ സിപിഎമ്മിനെ സംബന്ധിച്ച്? അല്ല, അത് പറഞ്ഞത് ഏതാ? ഒരു പുരോഹിതൻ പറഞ്ഞത് എടുത്തു പറയുകയായിരുന്നു സഖാവാസവൻ ചെയ്തത്. നിങ്ങൾ ആ പുരോഹിതൻ പറഞ്ഞതാണ് എന്ന് പറയുന്നില്ലല്ലോ. പുരോഹിതൻ പറഞ്ഞതാണ് ആ വാചകം. ആരെല്ലാം എന്തെല്ലാം പറയും. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ അഭിസംബോധന പറയാൻ പാടില്ലെന്നാണോ? എന്ന് പറഞ്ഞോ? ഇന്നയാൾ പറഞ്ഞത് ഇതുപോലെയാണ് എന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, ഭാസ്കർ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇന്നയാൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് എന്നാണോ പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ജ്യോതികുമാർ ആ പ്രസംഗത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കും. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടല്ല, വാസവന്റെ അഭിപ്രായമായിട്ടല്ല അത് പറഞ്ഞത് കൃത്യമായി പുരോഹിതൻ പറഞ്ഞതാണെന്നാണ്. ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്നേ. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പ്രശ്നം അവിടെയാ. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു നിലപാടല്ല നാം എടുക്കേണ്ടത്. ശരി ശ്രീ ഹസ്കർ, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി ശ്രീലക്ഷ്മി പി നായർ.